തേങ്ങയൊന്നും അരക്കാതെ മത്തി മാങ്ങയിട്ടതിൻ്റെ റെസിപ്പിയാണ്. നമ്മളിത് മുളകിട്ടിട്ടാണ് ചെയ്യുന്നത്, തേങ്ങയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്, എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ മത്തിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു മത്തി ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒന്നും കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഇനി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം നല്ലപോലെ വൃത്തിയാക്കി ഒന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ തല ഞാൻ കളയുന്നില്ല കേട്ടോ, അത് നല്ല ടേസ്റ്റാണ് കറിയിട്ട് വെച്ച് കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മല്ലിപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും താല്പര്യമുള്ളവർക്ക് ചേർക്കാം. ഞാനിത് രണ്ടും ചേർക്കുന്നില്ലേ. ഇനി ഇതിൽ നിന്ന് പകുതി ഭാഗം കറി വെക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മാത്രമേ മുളകിടുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ഒരു 5-6 മതിയാകും. അതൊന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഇതിലിറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ മാങ്ങ ഇട്ടിട്ടാണല്ലോ വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൽ പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവരാം. മീൻകറിയൊക്കെ കുറച്ച് സ്പൈസി ആയിട്ട് വെക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം. കറിയൊക്കെ അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂൺ വെച്ചിട്ടൊന്നും ഇത് ഇളക്കരുത്, മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മാങ്ങ കഷ്ണങ്ങൾ ആദ്യം ഇടരുത്, വെന്ത് ഉടഞ്ഞു പോകും. അതിനത്ര വേവുള്ളൂ. അതുകൊണ്ട് മീൻ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളിതിലേക്ക് മാങ്ങേൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ട് ഒരു മാങ്ങേൻ്റെ പകുതി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതൊക്കെ ഒന്ന് നമുക്കിതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് തന്നെ ഈ ഒരു മാങ്ങ കഷ്ണങ്ങളും കുക്ക് ചെയ്തെടുക്കാം. മീൻകറി മാങ്ങയിട്ടൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം മാങ്ങേൻ്റെ പുളി വേണം കേട്ടോ, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മത്തി വെച്ചിട്ട് നല്ല ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കറി ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട്. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് കേട്ടോ, ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ മാങ്ങയിട്ട് വെച്ച കറിയാണ് കേട്ടോ. ഇതിൽ തേങ്ങ അരക്കണ്ട, തേങ്ങാപ്പാൽ എടുക്കണ്ട, മീൻ മുളകിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും അങ്ങനെയൊന്നും നമ്മൾ വാട്ടും ഇതുമൊക്കെ ഒന്നും ചെയ്യുന്നില്ല. തക്കാളി പോലും നമ്മളിൽ യൂസ് ചെയ്യുന്നില്ല, കാരണം മാങ്ങ ഇട്ടിട്ട് മാത്രമല്ലേ വെക്കുന്നത്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വാട്ടിയെടുക്കാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതുപോലെ തന്നെ നമുക്ക് എരിവിന് കുറച്ച് മുളക് പൊടിയും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ആട്ടോ എടുത്തത്, അതുകൊണ്ട് തന്നെ നല്ലൊരു കളർ ഉണ്ടാകും. അപ്പോൾ ചാറൊക്കെ അത്യാവശ്യം ഒന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പില കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താൽ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് അങ്ങ് ഇറങ്ങും കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് വെളുത്തുള്ളി ഇതുപോലെ ചതച്ച് ചേർത്ത് കഴിഞ്ഞാൽ മീൻ മുളകിട്ടതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ ഒരു 15-30 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ആ വെളുത്തുള്ളി മാങ്ങേൻ്റെ ആ പുളിയൊക്കെ മീൻ കഷ്ണങ്ങളിലൊക്കെ പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കറി ഒന്ന് സെറ്റായിട്ട് കുറച്ചൊന്ന് കുറുകി കിട്ടുകയും ചെയ്യും. അങ്ങനെ ആകുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഈ ഒരു കറി നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്